എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എനിക്ക് സുഖമല്ല, കുറച്ച് പ്രശ്നങ്ങളിലാണ്. കുറച്ച് പേരെങ്കിലും അറിഞ്ഞു കാണും, പനിയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ പറയുന്ന പനി കയറി പിടിപെടുന്നതും അത് ഇത്രയും ദിവസം നീണ്ടു പോകുന്നതും. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ കമൻറ്റ് ബോക്സിൽ, കഴിഞ്ഞ വീഡിയോയുടെ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് കണ്ടു. കല്യാണിയുടെ മൈ വേ ബൈ കല്യാണിയുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, കണ്ടു എന്ന് ചോദിച്ചിട്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് പോസ്റ്റാണെന്ന് ചോദിച്ചു. അത് ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. നേരെ മൈ വേ ബൈ കല്യാണിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് പോയപ്പോൾ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ആ പോസ്റ്റ് കണ്ടു കാണും. ആ പോസ്റ്റ് വായിച്ചതും അതിൻ്റെ താഴെ വന്ന കമൻസാണ് എന്നെ ഞെട്ടിച്ചത്. കാരണം ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ പറഞ്ഞറിവ് വെച്ചിട്ട് അത് ട്രസ്റ്റ് ചെയ്യുന്ന കുറേ അധികം ആൾക്കാർ, ഒരു രേഖകളും കാണണ്ട, ഒരു ഡീറ്റെയിലും വേണ്ട, ഇവർ പറഞ്ഞതല്ലേ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന രീതിയിലാണ് അതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടത്. അതെന്നെ ഞെട്ടിച്ച് കളഞ്ഞു. നമ്മുടെ മലയാളികൾ ഇത്രയധികം ഒരാളെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളാണ് കോസ്മെറ്റിക് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബ്യൂട്ടി പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതിയല്ലോ, ഞങ്ങളാരും നിർബന്ധിക്കുന്നില്ലല്ലോ എന്ന ഒരു രീതിയിൽ റീപ്ലേസ് പറയുന്നത്. ഒരു പ്രശ്നം വന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഞങ്ങളവിടെ വാങ്ങാൻ പറഞ്ഞില്ലല്ലോ, വേണമെങ്കിൽ വാങ്ങിച്ചാൽ പോരെ എന്നും പറഞ്ഞിട്ട് തള്ളിവിടുന്നത്. അത്രമാത്രം ബ്ലൈൻഡായിട്ട് അവരെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ പറഞ്ഞാൽ എന്തും വിശ്വസിക്കും. ഇവിടെ കല്യാണിയുടെ ഭാഗത്ത് ശരിയാണെങ്കിൽ 100% കല്യാണിയുടെ ഭാഗത്ത് എല്ലാവരും ഉണ്ടാവും, ഞാൻ ഉൾപ്പെടെ ഉണ്ടാവും. നമുക്ക് ഈ ആൾ യാതൊരു വ്യത്യാസമില്ല, സത്യം എവിടെയാണോ ആ ഭാഗം ജയിക്കണം, അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, കല്യാൺ ഈ ഒരു പോസ്റ്റ് ഇപ്പോൾ ഇട്ടതിൻ്റെ ഉദ്ദേശം മനസ്സിലാവുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യവും കല്യാണി പറയുന്ന കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. ഞാൻ ഇതുവരെയും എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ പോസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം, ഒന്ന് കേട്ട് നോക്കൂ. നിങ്ങൾ വായിച്ച പോസ്റ്റ് ആയിരിക്കാം, എങ്കിലും ഞാനത് വായിക്കാം. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, മൈ വേ ബൈ കല്യാണി. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി എൻ്റെ ചികിത്സാ അനുഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട് എന്നറിയാം. ഇതുവരെ ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിക്കാതിരുന്നത് ബോധപൂർവമാണ്. ഇത് നിയമപരമായ നടപടികളുടെ ഭാഗമായതിനാൽ ആ പ്രക്രിയയെ മാനിച്ചുകൊണ്ടാണ് ഞാൻ മൗനം പാലിച്ചത്. അപ്പോൾ ഇപ്പോൾ നിയമപരമായ നടപടികൾ അവസാനിച്ചോ? അത് അവസാനിച്ചത് കൊണ്ടാണോ കല്യാണി ഇത്തരമൊരു പോസ്റ്റ് ഇട്ടത് എന്നതാണ് എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം. എന്നാൽ ചില വസ്തുതകൾ പങ്കുവയ്ക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. ഇവ എൻ്റെ വാക്കുകളല്ല, ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥാപനങ്ങൾ രേഖാമൂലം സ്ഥിരീകരിച്ച കാര്യങ്ങളാണ്. 1. അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജി USA രേഖാമൂലം സ്ഥിരീകരിച്ചത്. അവർ കോസ്മെറ്റിക് കെമിസ്ട്രി എന്ന പേരിൽ യാതൊരു കോഴ്സോ സ്പെഷ്യലൈസേഷനോ വാഗ്ദാനം ചെയ്യുന്നില്ല എന്നാണ്. ഇതാണ് കല്യാണി ഉന്നയിക്കുന്ന ആദ്യത്തെ ആരോപണം. അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജി രേഖാമൂലം സ്ഥിരീകരിച്ചതാണിത് എന്നാണ് പറയുന്നത്. അവർ, അതായത് ഈ അക്കാഡമി, കോസ്മെറ്റിക് കെമിസ്ട്രി എന്ന പേരിൽ യാതൊരു കോഴ്സോ സ്പെഷ്യലൈസേഷനോ വാഗ്ദാനം ചെയ്യുന്നില്ല. അത് ശരിയാണ്. അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജി എന്ന് പറയുന്നത് ഒരു അസോസിയേഷനാണ്. അതിൻ്റെ ഒരു ഗൂഗിൾ ഡീറ്റെയിൽ വായിക്കാം. അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജി എന്നത് അമേരിക്കയിലെ ചർമ്മരോഗ വിദഗ്ധരുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രൊഫഷണൽ സംഘടനയാണ്. അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജി എന്നത് പ്രധാനമായും മെഡിക്കൽ ഡോക്ടർമാർക്കുള്ള സംഘടനയാണ്. അവർ ബോർഡ് സർട്ടിഫിക്കറ്റ് ഡോക്ടർമാർക്ക് ബോട്ടോക്സ്, ലേസർ, ഫില്ലറുകൾ തുടങ്ങിയ കോസ്മെറ്റിക് ഡെർമറ്റോളജി പ്രാക്ടീസുകൾക്കുള്ള ട്രെയിനിങ് നൽകുന്നുണ്ടെങ്കിലും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണവും രാസഘടനയുമായി ബന്ധപ്പെട്ട് കോസ്മെറ്റിക് കെമിസ്ട്രി പഠിപ്പിക്കുന്ന സ്ഥാപനമല്ല. ഇത് കല്യാണി പറഞ്ഞത് ശരിയാണ്. ആ സ്ഥാപനം വാഗ്ദാനം ചെയ്യുന്നില്ല ഈ പറയുന്ന കോസ്മെറ്റിക് കെമിസ്ട്രി അവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. ഡോക്ടർ നിലൂഫർ ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തി, ആ ഒരു വ്യക്തിയുടെ സ്ഥാപനത്തെക്കുറിച്ചാണല്ലോ കല്യാണിയുടെ അലിഗേഷൻ പറയുന്നത്. കല്യാണി പേരൊന്നും പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് പേര് പറയാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണമായിരുന്നു. ഇനി ലീഗലി പോകുന്നതുകൊണ്ടായിരിക്കാം പേര് പറയാത്തത്. പക്ഷേ ഇത്രയും ചെയ്യുന്നവർ ഞാൻ ലീഗലി പോകുന്നത് കൊണ്ടാണ് മിണ്ടാതിരുന്നത്, എന്നാൽ ഇന്ന കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നുണ്ട് എന്ന് പറയാൻ കാണിച്ച ധൈര്യം, അത് ഏത് സ്ഥാപനത്തെക്കുറിച്ചാണ് എന്ന് പറയാനുള്ള ധൈര്യം കൂടി കാണിക്കണമായിരുന്നു. കാണിച്ചിട്ടില്ല. ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെരീഫ്, ദെയർഫോർ ഐ എം എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ, അവരുടെ ഒരു ബയോ, അവരുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള ബയോ, അതിനകത്ത് അവരെവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ US നിന്നാണ് കോസ്മെറ്റിക് കെമിസ്ട്രി പഠിച്ചതെന്ന് അല്ലെങ്കിൽ ട്രെയിനിങ് എടുത്തതെന്ന്. അവരതിനകത്ത് എഴുതിയിട്ടുണ്ട് ട്രെയിനിങ് കോസ്മെറ്റിക് കെമിസ്ട്രി, ലേസർ ഇഞ്ചെക്റ്റബിൾസ്, ത്രെഡ് ലിഫ്റ്റ്, USA, സിംഗപ്പൂർ. USA നിന്നും സിംഗപ്പൂരിൽ നിന്നും ഈ പറയുന്ന 3 ട്രീറ്റ്മെൻറ്റുകൾ പഠിച്ചു. അതിലേത് എവിടുന്ന് എന്നവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായിട്ടുണ്ടാവാം. ഡോക്ടറുടെ പ്രൊഫൈലിൽ എവിടെയും അവർ USA നിന്നാണ് കോസ്മെറ്റിക് കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്തതെന്ന് പറയുന്നില്ല. അവർ UK പഠിച്ചു,
US പഠിച്ചു, സിംഗപ്പൂർ പഠിച്ചു. അടുത്തവരുടെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസ് 18 years ഇന്ത്യ, UK, USA എന്നീ രാജ്യങ്ങളിൽ 18 years എക്സ്പീരിയൻസ് ഉണ്ട്. ഓസ്തെറ്റിക് മെഡിസിനിൽ MSc ഡെർമറ്റോളജിയാണ് എടുത്തേക്കുന്നത്, അതും UK നിന്ന്. ഓക്കെ, അപ്പോൾ UK നിന്ന് MSc ഡെർമറ്റോളജി എടുത്തു. MD ഡെർമറ്റോളജി അല്ല, MSc ഡെർമറ്റോളജി എടുത്തു. MBBS എടുത്തത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, MBBS എടുത്തത് കോസ്മെറ്റിക് കെമിസ്ട്രിയും ലേസർ ഇഞ്ചക്ടബിൾസും ത്രെഡ് ലിഫ്റ്റും എടുത്തത് USA എന്നും സിംഗപ്പൂരിൽ നിന്നുമായിട്ട്. ഇതിൽ കോസ്മെറ്റിക് കെമിസ്ട്രി മാത്രം സ്പെസിഫൈ ചെയ്ത് അത് US ഇല്ല എന്ന് പറയുമ്പോൾ അതവിടെ ഇല്ല. അവരുടെ ഒരു ഇൻ്റർവ്യൂവിലും ഞാനത് കേട്ടില്ല. അപ്പോൾ പിന്നെ കല്യാണി ഇതൊരു അലിഗേഷനായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കല്യാണിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ബില്ലിലായിരുന്നില്ലേ? ബില്ല് കിട്ടുന്നില്ല, കിട്ടിയ ബില്ല് പകുതിയായിരുന്നു. ഇത്തരം സംഭവങ്ങളായിരുന്നു കല്യാണി ആദ്യം ഉന്നയിച്ചത് കല്യാണിയുടെ വീഡിയോയ്ക്കകത്ത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കല്യാണി പറയുന്നത് ഡോക്ടർ വ്യാജമാണ്. കഴിഞ്ഞിട്ടില്ല, വേറെ കുറച്ച് ആരോപണങ്ങളുണ്ട്. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഒരു RTI അപേക്ഷയ്ക്ക് മറുപടിയായി, അതായത് റൈറ്റ് ടു ഇൻഫോർമേഷൻ മറുപടിയായി, തങ്ങളുടെ ഔദ്യോഗിക രജിസ്റ്ററിൽ ബന്ധപ്പെട്ട വ്യക്തിക്ക് യാതൊരു രജിസ്ട്രേഷനും ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ അലിഗേഷൻ, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസ് ഹെൽത്ത് തിരുവനന്തപുരം ഒരു RTI അപേക്ഷയ്ക്ക് മറുപടിയായി ബന്ധപ്പെട്ട സ്ഥാപനത്തിന് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 3 സ്ഥിരീകരണങ്ങളും ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ല. അതത് സ്ഥാപനങ്ങൾ ഔദ്യോഗികമായി രേഖാമൂലം നൽകിയവയാണ്. ഇവയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ. ഈ വിഷയം നിയമപരമായ പരിഗണനയിലായതിനാൽ കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എൻ്റെ പ്രേക്ഷകരോടും ഈ വിഷയത്തിൽ ആശങ്കപ്പെടുന്നവരോടും നന്ദി അറിയിക്കുന്നു. ഈ പ്രക്രിയ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം അത് തന്നെയാണ്. ആരുടെ ഭാഗത്താണോ ശരിയുള്ളത് ആ ഭാഗം വിജയിക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇതിന് മറുപടി പറയേണ്ടത് ക്ലിനിക്കുകാരാണ്. കൂടുതൽ വിവരങ്ങൾ ഉചിതമായ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും. നന്ദി. ജീവലക്ഷ്മി KR. നിങ്ങൾ ഈ പേരൊന്ന് സൂക്ഷിച്ചു വെച്ചോണം, ഓർത്ത് വെച്ചോണം, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൈ വേ ബൈ കല്യാണിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഇന്നലെ വന്ന ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. ഇത് വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, കല്യാണി ആദ്യം ഉന്നയിച്ച അലിഗേഷനും ഈ അലിഗേഷനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്ലിനിക്കിലെ ഡോക്ടറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തു. ഈ ഒരു പോസ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഡോക്ടർക്ക് ഞാൻ മെസ്സേജ് അയച്ചു, സീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചു, കോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവസാനം രാത്രി ആയപ്പോഴേക്കും എന്നെ തിരിച്ചു വിളിച്ചു. എന്താ വിളിച്ചതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടു, എന്താണ് അതിൽ പറയുന്ന കാര്യങ്ങൾ? പോസ്റ്റ് ഒന്നും ഞാൻ കണ്ടില്ല, എന്താ സംഭവം ചോദിച്ചു. പോസ്റ്റിൽ ഇന്ന കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്, അത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. കാരണം ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചത്, ഡോക്ടറെ ക്ലിനിക്കിലേക്ക് വിളിച്ചിട്ട് ആദ്യം ഓഡിയോ പുറത്തുവിട്ടത്, അതിനുശേഷം അനന്ത് ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു, ആ ഓഡിയോ പുറത്തു വന്നു. സോ ഇപ്പോൾ ഡോക്ടർ വ്യാജമാണ്, ഡോക്ടറുടെ സർട്ടിഫിക്കേഷൻസ് വ്യാജമാണ് എന്ന രീതിയിലാണ് കല്യാണി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ആ പോസ്റ്റ് കണ്ടില്ല, കാരണം കല്യാണി ഡോക്ടർ ബ്ലോക്ക് ചെയ്തേക്കാണ്. അത് മാത്രമല്ല, വേറൊരു കലാപരിപാടി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഡോക്ടർ യൂട്യൂബേഴ്സിന് കാശ് കൊടുത്തിട്ട് വീഡിയോകൾ ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ട് ഇനി ഒരു ഡോക്യുമെൻറ്റ്സും യൂട്യൂബേഴ്സിന് ക്ലിനിക്കിൻ്റെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഹാൻഡ് ഓവർ ചെയ്യാൻ പാടില്ല എന്ന് സ്റ്റേ മേടിച്ചേക്കാണ്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, ഐ എം എക്സ്ട്രീംലി സോറി, എനിക്ക് ഒരു ഡീറ്റെയിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിൽ എന്തെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. മാത്രമല്ല, കല്യാണി എൻ്റെ പേരിൽ കേസും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കല്യാണി ഡോക്ടറുടെ പേരിൽ കേസും കൊടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ FIRൻ്റെ കോപ്പി തരാൻ പറ്റുമോ? തരാൻ പറ്റില്ല. ഇന്ന് ഞാൻ വീണ്ടും ഡോക്ടറെ വിളിച്ചു, ഡോക്ടറെ എന്നാണ് FIR ഇട്ടതെന്ന് അറിയാൻ പറ്റുമോ? ഡോക്ടർ ആ ഡേറ്റ് പറഞ്ഞു തന്നു. ആ ഡേറ്റ് വെച്ചിട്ട് ഞാൻ FIR തപ്പിയപ്പോഴേക്കും FIR കിട്ടി. FIR കിട്ടിയപ്പോൾ ശരിക്കും FIR വായിച്ചിട്ട് എൻ്റെ കിളി പാറിപ്പോയി. ശരിക്കും കല്യാണി നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത വീഡിയോയും ഈ FIRൽ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ FIR വായിച്ച് കേൾപ്പിച്ചു തരാം. ഈ വിഷയത്തിൽ മേ ബി ക്ലിനിക്കിൻ്റെ ഭാഗത്തിൻ്റെ എക്സ്പ്ലനേഷൻ വരുമായിരിക്കാം, വരാതിരിക്കാം. കാരണം ഈ സ്റ്റേ ഉള്ളതുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇന്നലെ കുറേ പേര് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നല്ലോ, എന്താ കാര്യം ചോദിച്ചിട്ട്. അവർ വ്യാജമാണോ? എനിക്ക് മനസ്സിലാവാത്ത 1-2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. Therefore I am എന്ന് പറയുന്ന സ്ഥാപനം കേരളത്തിലുള്ള പല ജില്ലകളിലുമായിട്ട് 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അവരുടെ സൈറ്റിലും ഗൂഗിളിലും ഒക്കെ കാണിക്കുന്നത് അങ്ങനെയാണ്. ഈ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു സ്ഥാപനത്തിന് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്സും ഈ പറയുന്ന ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ മുക്കിന് ഇപ്പോൾ ഈ പറയുന്ന ക്ലിനിക്കുകളാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇല്ല എന്ന് അടുത്തൊരു ക്ലിനിക്കുകാർക്ക് മനസ്സിലായാൽ അവർ പാര വയ്ക്കാതിരിക്കുമോ? എൻ്റെ ഒരു ചോദ്യമാണ്. ഇനി തിരുവനന്തപുരത്ത് Therefore I am വന്നിട്ട് 4 വർഷമായിട്ടുണ്ടെന്നാണ് അവരന്ന് പറഞ്ഞത്. തിരുവനന്തപുരത്ത് 4 വർഷമായിട്ട് ഇവിടുത്തെ യാതൊരു ലീഗൽ സൈഡും കീപ്പ് ചെയ്യാതെ, കംപ്ലീറ്റ് ചെയ്യാതെ, ഗവൺമെൻറ്റിനെ പറ്റിച്ചുകൊണ്ട്, ബാങ്കുകളെ പറ്റിച്ചുകൊണ്ട്, GST കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിച്ചുകൊണ്ട്, ഇവരെല്ലാം പറ്റിച്ചുകൊണ്ട് ഒരു സ്ഥാപനം 4 വർഷമായിട്ട് സ്മൂത്തായിട്ട് റൺ ചെയ്ത് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സൊസൈറ്റിയിലുള്ള
റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹൈ ക്ലാസ് ക്ലയൻറ്റുകളെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അത് ആർട്ടിസ്റ്റുകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സിഇഒമാരായിക്കോട്ടെ, ഇങ്ങനെയുള്ള ക്ലയൻസുകളാണ് അവർക്കുള്ളതെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. നമ്മൾ കണ്ടു, സംയുക്ത വർമ്മയുടെ വീഡിയോ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കുറച്ച് നാൾ മുൻപ് ഒരു ആർട്ടിസ്റ്റോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കറിയാം ഡോക്ടർ, എനിക്കറിയാം, ക്ലിനിക്ക് എനിക്കറിയാം, ആരെന്ത് പറഞ്ഞാലും ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. കാര്യം ഈ വ്യക്തി, ഈ ആർട്ടിസ്റ്റ് അവരുടെ ക്ലയൻറ്റാണ്, ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. തൽക്കാലം ഞാൻ ആർട്ടിസ്റ്റിൻ്റെ പേര് പറയുന്നില്ല, പേര് പറയേണ്ടി വന്നാൽ ഞാൻ ഉറപ്പായിട്ട് പേരും പറയും. ഓക്കെ, ഇത്തരത്തിലൊരു സ്ഥാപനത്തിന് ഇത്രയധികം ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ഇത്രയധികം വർഷം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കാൻ പറ്റുമോ? അത് ഒരു വ്യക്തിയല്ല. ഇപ്പോൾ വ്യാജ ഡോക്ടർമാർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വ്യക്തി ഒരു ക്ലിനിക്ക് ഇട്ടിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അയാൾ മാത്രം പണിയെടുക്കുന്നു. ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരു സംസ്ഥാനത്തിൽ വ്യാപകമായിട്ട് പല ജില്ലകളിൽ, അതും ഓരോ ജില്ലയുടെയും പ്രധാന ഭാഗങ്ങളിൽ അവിടെ ക്ലിനിക്ക് ഇട്ടുകൊണ്ട് സർവീസ് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിച്ച ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത്. ഡോക്ടറോട് ചോദിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും ഇങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഈ സ്റ്റേ ഓർഡർ നിൽക്കുന്നുണ്ട്. അതായത് സംസാരിക്കുന്നവരുടെ എല്ലാം വാ പൂട്ടുക, എന്നിട്ട് എനിക്ക് പറയാനുള്ള മാത്രം ഞാൻ പറയുക. ഇതാണ് കല്യാണിയുടെ ലൈൻ. ഇത് എന്തുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ചോദിച്ചാൽ, എനിക്കും വന്നൊരു മെയിൽ കുറച്ച് നാൾക്ക് മുൻപ്, അതായത് ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത്, കല്യാണിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്ത സമയത്ത് ഒരു 3 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ 3 വീഡിയോ ചെയ്യുന്ന സമയത്തും ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു 3 മെയിൽ വന്നു. ആ മെയിൽ എന്താണെന്നല്ലേ ഞാൻ വായിച്ചു തരാം. ഹായ് ദേവ് ഡി കോട്ട്സ്, വന്നത് യൂട്യൂബിൽ നിന്നാണ് കേട്ടോ. വി വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് വി ഹാവ് റിസീവ്ഡ് എ പ്രൈവസി കൺസേൺ അബൌട്ട് യുവർ കോണ്ടന്റ്. Before we review the content, we would like to give you an opportunity to review and, if necessary, modify or remove any potentially private information within the reported content. Receiving the notice does not imply a violation of YouTube privacy guideline, and no action has been taken against your content or channel at this time. മനസ്സിലായോ? ഇങ്ങനെ 3 മെയിൽ വന്നു. ഈ താഴെ ഒരു ലിങ്ക് കാണുന്നുണ്ട്. ഈ ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ഓപ്പൺ ആയത് നമ്മുടെ കല്യാണി ചേച്ചിയുടെ വീഡിയോയുടെ ലിങ്കായിരുന്നു. അതായത് അവരുടെ ഫേസ് കാണിച്ച ആ വീഡിയോ നമ്മൾ നമ്മുടെ കോണ്ടന്റിൽ വെച്ചു. അതുകൊണ്ട് എനിക്ക് കല്യാണി ചേച്ചിയോട് പറയാനുള്ളത്, സംസാരിക്കുന്നവൻ്റെ വാ അടപ്പിച്ചിട്ടല്ല നിങ്ങൾക്ക് പറയാനുള്ളത് പറയേണ്ടത്. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അതിൽ തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് തോന്നുന്ന സംശയങ്ങൾ നമുക്ക് പറയണം. അത് പറയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അവിടെ നിങ്ങൾക്ക് പ്രൈവസി വയലേഷൻ തോന്നുമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പ്രൈവസി വയലേഷൻ അല്ലേ? ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഒരു അലിഗേഷൻ പറയുന്നു, ആ സ്ഥാപനത്തിൻ്റെ പേര് ഇത് ഇന്ന സ്ഥാപനമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ പേരെടുത്തോടെ പിൻ ചെയ്ത് വെക്കുന്നു, അതും പ്രൈവസി വയലേഷൻ അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു നീതി, നമുക്കൊരു നീതിയോ? അങ്ങനെയാണോ? അതെന്ത് നീതിയാണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചോദ്യം ചോദിക്കുന്നവൻ്റെ വാ അടപ്പിച്ചുകൊണ്ടുള്ള ഒരു തരം രാഷ്ട്രീയക്കാരുടെ പരിപാടി ഉണ്ടല്ലോ, അത് മോശം പരിപാടിയല്ലേ? നിങ്ങൾ തന്നെ പറ, എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾ തന്നെ പറ, അത് മോശം പരിപാടിയല്ലേ? ഇനി കഴിഞ്ഞിട്ടില്ല, ഞാൻ ആ ഡോക്ടറുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം ഞാൻ കേൾപ്പിച്ചു തരാം. ഡോക്ടർ MD ഡെർമറ്റോളജി ആണോ MSc ഡെർമറ്റോളജി ആണോ എന്ന് വ്യക്തമായിട്ട് പറയുന്നൊരു ഭാഗമുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഒരു ട്രിവാൻഡ്രത്ത് ഒരു ക്ലിനിക്കിൽ പോവുകയാണെങ്കിലും ഒരു തൃശ്ശൂർ ഒരു ക്ലിനിക്കിൽ പോവുകയാണെങ്കിലും ഞങ്ങളുടെ ഡോക്ടേഴ്സിന് ഒരു സെറ്റ് ഫോർമാറ്റ് ഓഫ് അനാലിസിസ് ഉണ്ട്. ഇന്നത് പോലെ. അതുമാത്രമല്ല, നമ്മുടെ ക്ലിനിക്കിൽ മാത്രമായിരിക്കും ഈ 4 BRP 5 BRP അങ്ങനെയൊന്നുമില്ല. എങ്ങനെയാണ് ഇപ്പം അതിന് മൊത്തമായിട്ടൊരു കണക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിലൂഫർ ഷെരീഫിനെ കാണണമെന്നില്ല. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഞാനിപ്പോൾ ഇൻ്റർവ്യൂവിൽ തുറന്നു പറയാം, ഞാൻ ആകെ ഒരു 6 ദിവസമേ ഞാൻ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുള്ളൊരു മാസത്തിൽ. 2 ദിവസം കൊച്ചിയിൽ, 1 ദിവസം കണ്ണൂർ, 1 ദിവസം കാലിക്കറ്റ്, 1 ദിവസം തൃശ്ശൂർ, 1 ദിവസം ട്രിവാൻഡ്രം. ദ ബിസിനസ് ഇസ് സ്റ്റിൽ ഗ്രോയിങ്. നോ, എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഇതിനൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി എന്ന് വെച്ചാൽ അതിന് കൃത്യമായിട്ടൊരു ലാംഗ്വേജ് ഉണ്ടാക്കി. ഇപ്പോൾ ഒരു ഇൻഫോസിസിൻ്റെ ശിവലാൽ സാറ് പണ്ട് നമ്മുടെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഞാനൊരു ഒരു ഫുൾ ഒരു ചാർട്ട് പേപ്പറിൽ എൻ്റെ മൊത്തം ആ ഒരു കാര്യം ഞാൻ എഴുതി കാണിച്ചു കൊടുത്തു. ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാറ് വരുന്നതിൻ്റെ പ്രകാരം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇതുപോലത്തെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണം, എനിക്ക് ഇതുപോലത്തെ ഒരു ടച്ച് പോയിൻറ്റ്സ് ഇതായിരിക്കണം. അപ്പോൾ ഷിബ്ലാൽ സാറിന് കൂടെ വന്ന ഒരാൾ പറഞ്ഞു, ഇതൊന്നും ഇങ്ങനെ കാണിക്കാൻ പാടില്ല, ഇതൊക്കെ കോടിക്കണക്കിനുള്ള വില ഉള്ള ഒരു ബ്രെയിൻ മാപ്പിംഗ് ആണ് താനീ ചെയ്തത്. അപ്പോൾ അപ്പോൾ എനിക്കൊരു എഷ്യൂറൻസ് പല സ്ഥലത്തുനിന്നും കിട്ടിയിരുന്നു, എൻ്റെ വഴി ശരിയാണ്, ഞാനിത് ചെയ്യുന്ന രീതിക്ക് കറക്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കായ സ്കിൻ ക്ലിനിക്, അതിപ്പോൾ ഇന്ത്യ മൊത്തമുള്ളൊരു ഒരു ബ്രാൻഡല്ലേ. അവിടെ ആരെങ്കിലും ഡോക്ടറെ ചോദിച്ചിട്ടാണോ പോണത്? അല്ല. അപ്പോൾ അതിന് ഉത്തരം കിട്ടിയല്ലോ. സോ ദർ ഇസ് എ സിസ്റ്റം ആൻഡ് ദർ ഇസ് എ ബ്രാൻഡ് ദാറ്റ് ദേ ഡെവലപ്പ്. അതിനനുസരിച്ച് പ്രോഗ്രസീവായിട്ട് നമുക്കൊരു മെഡിക്കൽ ടീമുണ്ട്, ഒരു മെഡിക്കൽ ഡയറക്ടർ ഉണ്ട്, ഒരു ടെക്നിക്കൽ ടീമുണ്ട്. അപ്പോൾ ടെക്നിക്കൽ ടീമിനെ ഇപ്പോഴും ഹെഡ് ചെയ്യുന്നത് ഞാനാണ്. ഒരു ബിസിനസ് എൻ്റെ ഹെഡ് ചെയ്യുന്നത് ആരായിരിക്കണം? എനിക്കൊരിക്കലും ബിസിനസ് എൻഡിൻ്റെ ഭാഗമാവണമെന്നില്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് വെച്ചാൽ, ഞാനിത് തുടങ്ങിയത് എന്നൊക്കെ അറിയായിരിക്കും, ഞാനിത് തുടങ്ങിയത് എൻ്റെ പാഷനാണ്. ഞാനിതൊരു ബിസിനസ്സായിട്ട് തുടങ്ങണമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടല്ല. ഞാൻ എൻ്റെ കല്യാണം കഴിച്ച് നാട്ടിലോട്ട് വന്നതിൻ്റെ പേരിൽ പഠിച്ചത് ഞാൻ ഒരു ഐ ഹാവ് ടു ഗിവ് ഇറ്റ് ഔട്ട് എന്നുള്ളതിൻ്റെ പേരിലാണ് ഞാനിത് തുടങ്ങിയത്.
ഇപ്പോഴും ഞാനിപ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു ചീത്തവിളി സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും വെച്ചാൽ ഞാനൊരു ഫോറിൻ ഡിഗ്രി ഡോക്ടറാണ് എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു കൺവെൻഷണൽ MD ഡെർമറ്റോളജി എടുക്കാണ്ട് ഞാനിപ്പോഴും ഞാൻ പറയാം, വീണ്ടും വീണ്ടും ആളുകൾ എൻ്റെ അടുത്ത് ഇത് ഈ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അന്നൊരു MD ഡെർമറ്റോളജി എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ഞാനത് ആയിരുന്നോ അത് മതിയായിരുന്നോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നോ, ഇപ്പോഴും ഐ വുഡ് ടേക്ക് സ്റ്റിൽ ദ സെയിം ചോയ്സ്. ബിക്കോസ് അല്ലെ ഇവിടുത്തെ ഓരോ ഡോക്ടർമാർ MD കഴിഞ്ഞിട്ട് എന്തിനാ പിന്നെ ഫോറിൻ സ്ഥലത്ത് പോയിട്ട് പിന്നെ ട്രെയിൻ ചെയ്യണേ? റോബോട്ടിക് കാര്യവും മറ്റതും അതും ഇതൊക്കെ ഓരോ ഈ ഫില്ലർ ബോട്ടോക്സ് എല്ലാം ഇന്ത്യ ഡെവലപ്പ് ചെയ്ത കാര്യമോ അല്ലല്ലോ, പുറത്തുനിന്ന് ഡെവലപ്പ് ചെയ്ത കാര്യമല്ലേ? അപ്പോൾ പിന്നെ ഇവരെല്ലാവരും പിന്നെ എന്തിനാ അത് പഠിക്കാൻ നിൽക്കണേ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. എന്നെ കുറ്റം പറയാൻ ആർക്കും പറ്റും. ഇത് 15 കൊല്ലമായിട്ട് ഞാൻ ഈ പണി ചെയ്തത് ആരും ഇതുവരെ എന്നെ പിടിക്കാൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്തത് ശരിയല്ലേ? അപ്പോൾ ഞാൻ എന്നും അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും കോസ്മെറ്റോളജി ഇൻഡസ്ട്രിയിൽ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സർട്ടൺ ടൈം എടുത്ത ചോയ്സസ് കാരണമായിരുന്നു ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് എനിക്ക് ആ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനും എനിക്ക് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡോക്ടർ പറയുന്നത്. ഡോക്ടർ ഫാത്തിമ നിലൂഫർ പറയുന്നില്ല ആള് MD ഡെർമറ്റോളജിസ്റ്റ് ആണെന്നുള്ളത്. പിന്നെ കോസ്മെറ്റിക് കെമിസ്ട്രിയുടെ കാര്യം അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അത് ആ ഒരു 3 ട്രെയിനിങ് പ്രോസസ്സ് ചെയ്തേക്കുന്നത് USA എന്നും സിംഗപ്പൂർ എന്നാണ് പറഞ്ഞേക്കുന്നത്. എവിടെ നിന്നാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ കല്യാണിക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി കല്യാണി ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നു രേഖാമൂലം അറിഞ്ഞ വിവരമാണെന്ന് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ആ അറിഞ്ഞ വിവരം ഷെയർ ചെയ്യാനുള്ളൊരു ധൈര്യം കാണിക്കണമായിരുന്നു. ഒരു അലിഗേഷൻ പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞ ആൾ തന്നെ തെളിയിക്കണ്ടേ? അതോ അത് കേട്ട ഉടനെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതാണോ ഔചിത്യം? അതാണോ നമ്മൾ ചെയ്യേണ്ടത്, ജനങ്ങൾ ചെയ്യേണ്ടത്? ആസ് എ ഓഡിയൻസ്, ഇവരുടെ രണ്ടുപേരുടെയും മൽപ്പിടുത്തം കാണുന്ന പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കല്യാണി ഇങ്ങനെ പറഞ്ഞു, ഒരു തെളിവും കാണിച്ചിട്ടില്ല, നമ്മൾ വിശ്വസിക്കണോ? നിങ്ങൾ പറ. ഡോക്ടറുടെ പറയുവാണ്, ഞാനിങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ എൻ്റെ എവിഡൻസ് ഒന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്തിനും ഇത് വിശ്വസിക്കണം? അല്ല, നിങ്ങൾ എനിക്ക് എൻ്റെ ചോദ്യം ന്യായമാണോ അല്ലയോ? അപ്പോൾ ഒരു അലിഗേഷൻ പറയുമ്പോൾ അതിൽ തെളിവും കൂടെ വെക്കുക. തെളിവില്ലാണ്ട് വെറുതെ ഒരു പേപ്പറിൽ അതില്ല ഇതില്ല ഇവർ ഇന്ന പോലെ സ്ഥിരീകരിച്ച രേഖയാണ്. എവിടെ രേഖ? ആ രേഖ കാണിക്കുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. ആ രേഖ കാണിച്ചാൽ കൂടെ നിൽക്കും. ഇവിടെ തെളിവില്ലാണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഞാൻ ആ FIRലേക്ക് പോവുകയാണ്. നമുക്ക് FIR ഒന്ന് വായിക്കാം. FIR വായിച്ചിട്ട് ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങളെ കാണിക്കും കേട്ടോ. FIR ഡേറ്റ് 28/7/2026. 28/7/2026. 28/7 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം ജൂലൈയിൽ അല്ലേ? ആക്ച്വലി കല്യാണി നമ്മളോട് ഈ വിഷയം അവതരിപ്പിക്കുന്നത് കല്യാണി 1-ാം തീയതി ക്ലിനിക്കിൽ പോയി എന്നും 1-ാം തീയതി പരാതി കൊടുത്തു എന്നായിരുന്നു. കല്യാണിയുടെ വീഡിയോയിൽ കല്യാണി അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനകത്ത് പരാതി കൊടുത്തതിന് ശേഷം ബില്ല് വേണമെന്ന് പറഞ്ഞാണ് പരാതി കൊടുത്തത്. അവിടെ ക്ലിനിക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഏതോ സ്റ്റാഫ് പോയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാഫ് അവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തു. ആ ഒപ്പിട്ട കാര്യം കല്യാണി നമ്മളോട് മുമ്പിൽ കാണിച്ചു. അതിനകത്ത് പറഞ്ഞത് അവർ ബില്ല് തന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് വീണ്ടും ബില്ല് തരുന്നത് എന്നാണ് കല്യാണി ചോദിച്ചത്. അതിൻ്റെ മറുപടിയായിട്ട് ഡോക്ടറുടെ ഒരു ഓഡിയോ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അനന്തുവിൻ്റെ ചാനലിൽ. അത് നമ്മുടെ ചാനലിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഡോക്ടറുടെ വേർഷൻ എന്ന് പറയുന്നത് ബില്ല് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, ഇനിയും വേണമെങ്കിൽ തരാം എന്ന രീതിക്കാണ് അവിടെ വീണ്ടും കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തത്. ഇത് ഡോക്ടർ പറഞ്ഞ വേർഷൻ. ഓക്കെ, അപ്പോൾ 1-ാം തീയതിയാണ് കല്യാണി ആദ്യം കംപ്ലയിൻറ്റ് കൊടുത്തത്. പിന്നെ എന്തിനാണ് ഈ FIR 28/7/2026 വീണ്ടും കൊടുത്തത്? അപ്പോൾ ആ പരാതി എന്തായി? ബില്ല് കൊണ്ട് സബ്മിറ്റ് ചെയ്തോ? അതിനെക്കുറിച്ച് കല്യാണി എവിടെയും പറഞ്ഞു കേട്ടില്ല. കേസ് നടക്കുന്നതുകൊണ്ട് ഡീറ്റെയിൽ പുറത്തുവിടാൻ പറ്റില്ല. പക്ഷേ ഈ 3 അലിഗേഷൻസ് പുറത്തുവിടുന്നതിന് കല്യാണിക്ക് കുഴപ്പമില്ല, ബാക്കിയൊന്നും പുറത്തുവിടാൻ പറ്റില്ല. അതെന്ത് ന്യായമാണ്? അപ്പോൾ ഈ അലിഗേഷനും ആ കേസുമായിട്ട് ബന്ധമില്ലേ? മനസ്സിലാവുന്നില്ല. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. ഒരു പാമ്പ്, ഈ പാമ്പ് എഴഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എഴഞ്ഞു പോകുന്ന സമയത്ത് ഒരു അറക്കവാൾ കണ്ടു. ഈ വാൾ കണ്ട ഉടനെ പാമ്പ് വിചാരിച്ചു പാമ്പിൻ്റെ ശത്രുവാണെന്ന് വിചാരിച്ചു. പാമ്പ് നേരെ എഴഞ്ഞു എന്ന് ചെയ്തു, ഈ അറക്കവാളിനെ അങ്ങ് ചുറ്റിൻ്റെ കട്ടി കൂടുന്നതനുസരിച്ച് പാമ്പിൻ്റെ ശരീരം മുറിഞ്ഞു തുടങ്ങി. പാമ്പിന് ദേഷ്യം കൂടി, പാമ്പിൻ്റെ അഹങ്കാരം വർദ്ധിച്ചു. നീ എന്നെ മുറിപ്പെടുത്താൻ അത്രമാത്രം ശക്തിയുണ്ടോ നിനക്ക് എന്നും പറഞ്ഞ് പാമ്പ് എന്ത് ചെയ്തു? വീണ്ടും ശക്തി കൂട്ടി മുറുക്കാൻ തുടങ്ങി. ലാസ്റ്റ് പാമ്പ് 2ആയിട്ട് മാറി. എന്താ സംഭവിച്ചേ? അവനവൻ്റെ അഹങ്കാരം, അവനവൻ്റെ ഈഗോയും അവനെ നശിപ്പിച്ചു. ശരിക്കും ഈ ഒരു സംഭവം കാണുമ്പോൾ, ഈ ഒരു ലെറ്റർ കാണുമ്പോഴും, ഈ ഒരു പോക്ക് കാണുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ഇനി നമുക്ക് FIR വായിക്കാം. FIRലെ ഡേറ്റ് ഞാൻ വായിച്ചല്ലോ, 28/7/2026. ഇതിനകത്ത് 3 പേരെ ആട്ടോ പ്രതി ചേർത്തിരിക്കുന്നത്. ഒന്ന് ഈ പറയുന്ന ദേഫോറയാം ക്ലിനിക്കിലെ ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെരീഫ്, ഡോക്ടറുടെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ, പിന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ്. ആ സ്റ്റാഫാണെന്ന് തോന്നുന്നു അന്ന് എന്നോട് സംസാരിച്ചത്. ഓക്കെ, ഈ FIR ഞാൻ എടുത്തത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ ആപ്പിൽ നിന്നാണ്. കാരണം ഡോക്ടർക്ക് ഇതുപോലും പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, സ്റ്റേ മേടിച്ചേക്കാണ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, സംസാരിക്കുന്നവരുടെ എല്ലാം വാ മൂടിക്കെട്ടി, അവർക്കിനി ഒന്നും പറയാൻ പാടില്ല. ഇതാണ് സിറ്റുവേഷൻ.
അതിനെന്തെങ്കിലും പരിഹാരം കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാൻ ദയവെന്ന് പറഞ്ഞാൽ ഒരു ഫോൺ വെച്ചത്. ഇതെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ചെയ്യാൻ പറ്റുന്നുള്ള സിറ്റുവേഷൻ ആവുകയാണെങ്കിൽ ഞാൻ അപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത്. ഗതികേട് ആലോചിച്ച് നോക്കണേ. എഫ്ഐആർ വായിക്കാം. 1-ാം പ്രതിക്ക് ആവലാതിക്കാരിയെ ചതിച്ച് വഞ്ചിച്ച് അന്യായമായ ധനലാഭവും ആവലാതിക്കാരിക്ക് അന്യായ ധനനഷ്ടവും ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി 1-ാം പ്രതി നടത്തിവരുന്ന കുറവൻകോണം ഭാഗത്തുള്ള ദയർഫോർ ഐ ആം നിലൂഫർ എസ്തെറ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ ചികിത്സയ്ക്കായി വന്ന ആവലാതിക്കാരിയോട് ലണ്ടനിലെ കിങ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ഡെർമറ്റോളജി ബിരുദമുണ്ടെന്നും അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജി USA-യിൽ നിന്നും കോസ്മെറ്റിക് കെമിസ്ട്രിയിൽ സ്പെഷ്യലൈസേഷൻ നേടിയതാണെന്നും കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരം അനുമതിയുണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച്, നോട്ട് ദ പോയിന്റ് യുവർ ഓണർ, ഏതെങ്കിലും ഡോക്ടർ ഇത്രയും ഡീറ്റെയിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നിൽക്കുമോ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ നിൽക്കുമോ? മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും പേഷ്യൻറ്റ് ഡോക്ടർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുക്കൂ, നിങ്ങൾക്ക് ഇന്ന സംഭവങ്ങൾ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ചെല്ലൂ? എനിക്കറിയില്ല. വിശ്വസിപ്പിച്ച് എന്നാണ് പറയുന്നത്. ഇനി ബാക്കി വായിച്ചിട്ട് ഞാൻ കല്യാണിയുടെ വീഡിയോയിലേക്ക് പോകാം. വിശ്വസിപ്പിച്ച് 2025 ഒക്ടോബർ മാസം മുതൽ 2026 മെയ് മാസം 6-ാം തീയതി വരെ 1-ാം പ്രതിയുടെ സ്ഥാപനത്തിൽ ചികിത്സ നടത്തിയ ചികിത്സാ രേഖകളും ബില്ലുകളും ആവശ്യപ്പെട്ട് 30/5/2026 തീയതി വൈകിട്ട് 3 മണിയോടെ ഈ സ്ഥാപനത്തിൽ ഭർത്താവിനോടും മകനോടുമൊപ്പം എത്തിയ ആവലാതിക്കാരിയെ 2-3 പ്രതികൾ ചേർന്ന് മദർ സൺ ഓഫ് എ എന്നുള്ള അസഭ്യ വാക്കുകൾ പറഞ്ഞും കൊന്നുകളയുമെന്നും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ ഭർത്താവിൻ്റെ ജോലി കളയുമെന്നും കള്ളക്കേസിൽ കൊടുക്കുമെന്നും പറഞ്ഞും ഈ സ്ഥാപനത്തിൽ ചികിത്സയിലുണ്ടായിരുന്ന സമയം അനുവാദമില്ലാതെ 2-3 പ്രതികൾ ഫോണിലും ടാബിലുമായി ആവലാതിക്കാരിയുടെ ഫോട്ടോസും വീഡിയോസും ചികിത്സയുടെ ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞെടുത്തും ബില്ലുകൾ ചോദിച്ച സമയം ആവലാതിക്കാരിയുടെ ഫോട്ടോകളും വീഡിയോകളും മോർഫ് ചെയ്ത് പുറത്തുവിടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും ചികിത്സാ ബില്ലുകൾ ചോദിച്ചപ്പോൾ വ്യാജ ബില്ലുകൾ നൽകിയും യാതൊരുവിധ രജിസ്ട്രേഷനോ യോഗ്യതയോ ഇല്ലാതെയും 1-ാം പ്രതിയായ ഫാത്തിമ ഷെരീഫ് എന്ന ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെരീഫ് എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി ചികിത്സ നടത്തി ആവലാതിക്കാരിയുടെ കയ്യിൽ നിന്നും 4,71,000 രൂപ ചതിച്ച് വഞ്ചിച്ച് കൈക്കലാക്കിയും ബില്ലുകളും ചികിത്സാ രേഖകളും ആവശ്യപ്പെട്ടപ്പോൾ 2-3 പ്രതികൾ ആവലാതിക്കാരിയെ ചീത്ത വിളിച്ച് ഭീഷണിപ്പെടുത്തിയും ആവലാതിക്കാരിയുടെ അനുവാദമില്ലാതെ വീഡിയോയും ഫോട്ടോയും എടുത്തതിൽ സ്ത്രീ എന്ന നിലയ്ക്ക് ആവലാതിക്കാരിയുടെ ന്യായമായ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തിയും പ്രതികൾ മേൽ വകുപ്പുകൾ പ്രകാരം കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഇതാണ് FIR. ഇതിനകത്ത് ഓരോ പോയിൻ്റായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം ഈ FIR-ൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ബില്ല് കിട്ടിയിട്ടില്ല എന്ന കാര്യമല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം കല്യാണിയുടെ കഴിഞ്ഞ ലോങ് വീഡിയോയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഡോക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് കല്യാണിയുടെ മകൻ്റെ മുന്നിൽ വെച്ചിട്ട് 2 തെറി വാക്കുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ വിളിച്ചെന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, കല്യാണിയുടെ വീഡിയോയ്ക്കകത്ത് എവിടെയെങ്കിലും പറഞ്ഞോ എൻ്റെ മോനും ഞാനും ഭർത്താവും കൂടിയാണ് പോയതെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. കല്യാണിയുടെ വീഡിയോയിൽ ഒരു വിഷ്വൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കല്യാണിയുടെ ഭർത്താവിനെ അല്ലാതെ വേറെ ആരെങ്കിലും കണ്ടോ? അവർ തിരിച്ചിറങ്ങി പോകുമ്പോഴും ആരുള്ളൂ? കല്യാണിയും ഭർത്താവും മാത്രമേ ഉള്ളൂ. അപ്പോൾ മോൻ എവിടുന്ന് വന്നു? അപ്പോൾ നിങ്ങൾ ചോദിക്കും, 30-ാം തീയതി അല്ലേ പോയത്? ഈ 30-ാം തീയതി പോയ കാര്യം കല്യാണി ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടോ? കല്യാണി ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ കാര്യം എന്താണ്? 1-ാം തീയതിയാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. 30-ാം തീയതി പോയ കാര്യം കല്യാണി അല്ല പറഞ്ഞത്, ക്ലിനിക്കുകാരാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ കാര്യം ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ആ ഒരു കാര്യം പറഞ്ഞു, ദയവേ ഞാൻ ആ കുട്ടിയുടെ മകനെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ലാന്ന്. ഇനി നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം, കല്യാണിയുടെ വീഡിയോയിലേക്ക്. അതൊക്കെ കണ്ടാലേ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ. കല്യാണിയോട് റിക്വസ്റ്റ്, ദയവേത് പ്രൈവസി വയലേഷൻ ഇത് ചക്ക മാങ്ങാന്ന് പറഞ്ഞിട്ട് മെയിൽ അയക്കാൻ നിൽക്കരുത് പ്ലീസ്. റിക്വസ്റ്റ് ആണ്, ജീവിച്ചു പോക്കോട്ടെ. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വീഡിയോ അയച്ചു തന്നു. അതിൽ ക്ലിനിക്കിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കേസ് കൊടുത്തത് അവരാണ് ആദ്യം, എന്നിട്ട് നമ്മളെ വിളിപ്പിക്കുകയാണ് ചെയ്തതെന്ന്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാനൊരു കാര്യത്തിന്, അതും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിനെതിരെ നമ്മൾ നിൽക്കുമ്പോൾ
അതിൻ്റെ വരും വരായികകളും കാര്യങ്ങളും എല്ലാം ചിന്തിച്ചിട്ടും അറിഞ്ഞിട്ടും തന്നെയാണ് അത്രയും സത്യസന്ധമായിട്ട് അങ്ങനെ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ ആദ്യത്തെ കാര്യം അവർ പറഞ്ഞേക്കുന്നത് ആ ഒരു വോയിസ് ക്ലിപ്പിൽ അവർ പരാതി കൊടുത്തിട്ട് പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി, അവർ പരാതി കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി പരാതി കൊടുത്തു. ആ പരാതിയുടെ ബേസ് ആയിട്ടാണ് നമ്മൾ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന പരാതിയുടെ പേപ്പറാണിത് കേട്ടോ. അപ്പൊ അതിൻ്റെ അകത്തെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. 1-ാം തീയതിയാണ് നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്, രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പൊ അവർ കൊടുത്തേക്കുന്നത് നമ്മൾ 1-ാം തീയതി തന്നെയാണ് ഈ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തത്. അതായത് എന്റെ ട്രീറ്റ്മെന്റിന്റെ രേഖകൾ വേണമെന്നും പിന്നെ ബില്ല് വേണമെന്നും മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിനപ്പുറത്തോട്ട് മറ്റൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. കേട്ടല്ലോ, 1-ാം തീയതിയാണ് നമ്മളവിടെ ചെന്നത്, വിസിറ്റ് ചെയ്തത്, ക്ലിനിക്ക് വിസിറ്റ് ചെയ്തത് 1-ാം തീയതിയാണ്. ക്ലിനിക്ക് വിസിറ്റ് ചെയ്തപ്പോഴാണല്ലോ ഈ പറയുന്ന ഡോക്ടറുടെ സ്റ്റാഫ് തെറി പറഞ്ഞെന്ന് പറയുന്നത്, സ്റ്റാഫുകൾ തെറി പറഞ്ഞെന്ന് പറയുന്നത്. അപ്പോൾ 1-ാം തീയതിയാണ് വിസിറ്റ് ചെയ്തതെന്ന് പറയുന്നു, 30-ാം തീയതി ഡോക്ടറുടെ സ്റ്റാഫുകൾ തെറി പറഞ്ഞെന്ന് പറയുന്നു. അതങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല. അതെന്താ അങ്ങനെ? വീഡിയോയിൽ പറയുന്നു 1-ാം തീയതിയാണ് ഞങ്ങളവിടെ വിസിറ്റ് ചെയ്തതെന്ന് പറയുന്നു, പക്ഷേ FIRൽ പറയുന്നു 30-ാം തീയതി ഡോക്ടറുടെ സ്റ്റാഫുകൾ തെറി പറഞ്ഞെന്ന് പറയുന്നു, കൊന്നു കളയുന്നു, ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു, ഭർത്താവിൻ്റെ ജോലി കളയുമെന്ന് പറയുന്നു. ഒരു തൻ്റെ ഭാഗം ജയിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് എൻ്റെ തോന്നലാണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ തോന്നലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി 1-ാം തീയതി കൊടുത്ത കേസ് എന്തായി? ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ്, 1-ാം തീയതി കൊടുത്ത കേസ് എന്തായി? അതേക്കുറിച്ച് പിന്നെ ഒരു അറിവുമില്ല. കല്യാണി കോടതിയിൽ പോയെന്നൊക്കെ കേട്ടു, വേറെ പരാതിയായിട്ട്. ബില്ലിപ്പോൾ വേണ്ടേ കല്യാണിക്ക്? ബില്ല് വേണ്ടേ? അല്ല, അതേക്കുറിച്ച് ബില്ല്, വ്യാജ ബില്ല് നൽകിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബില്ല് കിട്ടിയില്ലേ? ബില്ല് കിട്ടിയത് കൊണ്ടല്ലേ 1-ാം തീയതിയുള്ള കേസ് പോലീസ് അങ്ങ് ഒത്തുതീർപ്പാക്കി വിട്ടത്? ആ പേരും പറഞ്ഞാണല്ലോ എഴുതി വെച്ചത്. ഇവിടെ ബില്ല് വീണ്ടും വ്യാജ ബില്ല് നൽകി പറ്റിച്ചെന്ന് പറയുന്നു. ശരിക്കും ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇനി ദമ്പടിയാണോ പ്രശ്നം? ദമ്പടി തരാൻ വേണ്ടി അവർ നിങ്ങളുടെ കാല് പിടിച്ച് വരാൻ വേണ്ടിയാണോ ഈ പറയുന്ന നാടകങ്ങളൊക്കെ കളിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര മാസമായിട്ട് ഇതിങ്ങനെ റോൾ ഓൺ ചെയ്ത് പോകുന്നു. ഇപ്പം വന്നിട്ട് നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നിയമത്തിൻ്റെ വഴികൾ ഞാൻ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് എനിക്ക് വിശദമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷേ പ്രധാനപ്പെട്ട 3 അലിഗേഷൻസ് പറയാൻ അവർക്ക് നിയമ തടസ്സമില്ല. സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, അപ്പോൾ എന്തും പറയാലോ അല്ലേ? കൊള്ളാം. പിന്നെ കല്യാണി പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1-ാം പ്രതിയായ ഫാത്തിമ ഷെരീഫ് എന്ന ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെരീഫ് എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി ചികിത്സ നടത്തി ആവലാതിക്കാരുടെ കയ്യിൽ നിന്നും 4,71,000 രൂപ ചതിച്ച് വഞ്ചിച്ച് കൈക്കലാക്കിയും ബില്ലുകളും ചികിത്സാരേഖകളും ആവശ്യപ്പെട്ടപ്പോൾ 2-3 പ്രതികൾ ആവലാതിക്കാരിയെ ചീത്ത വിളിച്ച് ഭീഷണിപ്പെടുത്തിയും ആവലാതിക്കാരിയുടെ അനുവാദമില്ലാതെ വീഡിയോയും ഫോട്ടോസും എടുത്തതിൽ സ്ത്രീ എന്ന നിലയ്ക്ക് ആവലാതിക്കാരിയുടെ ന്യായമായ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തിയും പ്രതികൾ മേൽവകുപ്പുകൾ പ്രകാരം കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഫാത്തിമ ഷെരീഫ് എന്നത് ഫാത്തിമ നിലൂഫർ ഷെരീഫ് എന്ന രീതിയിലേക്ക് ആൾമാറാട്ടം നടത്തിയെന്നാണ് കല്യാണി പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ലെറ്ററിൽ ഏറ്റവും താഴെ പേരെന്തായിരുന്നു കാണിച്ചത്? ജീവാലക്ഷ്മി. അപ്പോൾ ഞാൻ ആരോപിക്കുകയാണ്, ജീവാലക്ഷ്മി എന്ന വ്യക്തി മൈ വേ ബൈ കല്യാണി എന്ന പേരിൽ, വ്യാജ പേരിൽ ആൾമാറാട്ടം നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണി അംഗീകരിക്കുമോ? അല്ല, എൻ്റെ ഒരു സംശയമാണ്. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ദിലീപ് എന്ന പേരിൽ ആൾമാറാട്ടം നടത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ആളുടെ ലെറ്റർ ഹെഡിലെല്ലാം അല്ലെങ്കിൽ ആളുടെ മറ്റേ ആധാർ കാർഡും ഐഡൻറ്റിറ്റി കാർഡും എല്ലാം ഗോപാലകൃഷ്ണൻ എന്ന് തന്നെയല്ലേ? ദിലീപ് നല്ലല്ലോ. അപ്പോൾ അത് ആൾമാറാട്ടമാണോ? ഇവിടെ ഫാത്തിമ ഷെരീഫ് എന്ന വ്യക്തി ഫാത്തിമ നിലൂഫർ ഷെരീഫ് എന്ന പേരിൽ ആൾമാറാട്ടം നടത്തുന്ന പറയുന്നത്. എന്ത് ബാലിശമായ ആരോപണം ആലോചിക്കണം. ഫാത്തിമ നിലൂഫർ ഷെരീഫ്, ഫാത്തിമ ഷെരീഫ് മനസ്സിലാവുന്നില്ല. ജീവാലക്ഷ്മിയായ വ്യക്തി, ജീവാലക്ഷ്മി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ മൈ വേ ബൈ കല്യാണി, കല്യാണി എന്ന് തന്നെയല്ലേ എല്ലാവരും വിളിക്കുന്നത്? കല്യാണി എന്നും കല്ലു എന്നും ആരും ജീവാലക്ഷ്മി എന്ന് വിളിക്കുന്നില്ലല്ലോ. ഞാൻ ആ കമൻറ്റ് ബോക്സ് കണ്ടു. നിങ്ങളുടെ പേര് ജീവാലക്ഷ്മി എന്നായിരുന്നോ, നിങ്ങളുടെ പേര് ജീവാലക്ഷ്മി എന്നാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ കണ്ടു. അപ്പോൾ ശരിക്കും കല്യാണി ഇത്രയും നാളും ആളുകളെ പറ്റിക്കായിരുന്നോ, ആൾമാറാട്ടം നടത്തി പറ്റിക്കായിരുന്നോ എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും. എന്താ വിരോധാഭാസമല്ലേ? എനിവേ, കല്യാണിയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ആ ഭാഗം ജയിക്കണം, ഉറപ്പായിട്ടും ജയിക്കണം. ആ ഭാഗം ശരിയാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, ഇപ്പം കുറേ അലിഗേഷൻസാണ് കല്യാണി പറഞ്ഞേക്കുന്നത്. ആ അലിഗേഷൻസ് പ്രൂവ് ചെയ്യാനുള്ള തെളിവുകളുമായിട്ട് കല്യാണി പുതിയ വീഡിയോ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് വിശ്വസിക്കാം കല്യാണിയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന്. പിന്നെ കല്യാണി പറഞ്ഞ 2 കാര്യങ്ങൾ, ഈ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ, അത് പ്രൂവ് ചെയ്യേണ്ട ക്ലിനിക്കാരാണ്. എന്തായാലും കല്യാണിയുടെ ഭാഗത്തുനിന്ന് ഈ സ്റ്റേയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് യൂട്യൂബേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മളോട് ഷെയർ ചെയ്യാത്തത്. മാത്രമല്ല, ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അവരുടെ എക്സ്പ്ലനേഷൻ വരുമോ എന്നൊന്നും എനിക്കറിയില്ല. അവരിത് ചെയ്യണമെന്നാണ് ഞാനും പറയുന്നത്. കാരണം അവർക്ക് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേറെ വഴിയില്ലല്ലോ.
അവരുടെ പ്രൊഫൈലിൽ കൂടിയോ അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയോ ഒക്കെ അവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. സോ അവരതും ചെയ്യണം. എന്നാൽ ഈ സ്റ്റേ നിൽക്കുന്നതുകൊണ്ട് ഇനി അവർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നൂലാമാലകൾ ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അവരത് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് വെച്ച് സംസാരിക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കൂടി സംസാരിക്കാൻ പറ്റും. എനിവേ, ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ കണ്ട കാര്യങ്ങൾ വെച്ചിട്ടും നമ്മുടെ കയ്യിൽ കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ടും ഉള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ബാക്കി തീരുമാനിക്കാം. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് കൊണ്ട് നമ്മൾ സംസാരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞത് യൂട്യൂബ് മാഫിയ. യൂട്യൂബ് മാഫിയയിൽ ഒരു വ്യക്തിയാണ് ഇപ്പം നമ്മൾ. അതൊക്കെ അങ്ങനെ പൊക്കോട്ടെ. എന്തായാലും പൈസ മേടിച്ച് വീഡിയോ ചെയ്യേണ്ട ഗതികേട് ഇതുവരെ എന്തായാലും ഉണ്ടായിട്ടില്ല. എത്ര ഗതികെട്ട അവസ്ഥയിലാണെങ്കിൽ പോലും പൈസ മേടിച്ച് വീഡിയോ ചെയ്യത്തുമില്ല. അപ്പോൾ പറഞ്ഞ പോലെ സത്യങ്ങൾ തെളിയട്ടെ. ക്ലിനിക്കിൻ്റെ ഭാഗത്താണ് സത്യമെങ്കിൽ ആ ഭാഗം ജയിക്കട്ടെ. കല്യാണയുടെ ഭാഗത്താണ് സത്യമെങ്കിൽ ആ ഭാഗം ജയിക്കട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.